ഹലോ എവരി വൺ. നമ്മളിന്ന് പഠിക്കാൻ പോണത് ചാപ്റ്റർ 7 3 ക്ലാസിക്കൽ മൈൽ സ്റ്റോൺസിലെ സെക്ഷൻ 7.1 ആണ്, വിച്ച് ഇസ് വിൽസൺസ് തിയറം. നമുക്ക് 3 ക്ലാസിക്കൽ മൈൽ സ്റ്റോൺസിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വിൽസൺസ് തിയറാണ്. സോ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വിൽസൺസ് തിയറം പഠിക്കുന്നതിന് മുമ്പ് വിൽസൺസ് തിയറം പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലെമ്മ നമുക്ക് പഠിക്കാനുണ്ട്. ആ ലെമ്മയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. A positive integer A is self-invertible modulo P if and only if A is congruent to plus or minus 1 mod P. അപ്പോൾ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എ തന്നിട്ടുണ്ട്, അത് സെൽഫ് ഇൻവേർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ അണ്ടർ മോഡിലോ പി അത് സെൽഫ് ഇൻവേർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ എ കോൺഗ്രുവൻറ്റ് പ്ലസ് ഓർ മൈനസ് 1 മോഡിലോ പി എന്നും പറയാം. അതേപോലെ എ എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ഈ ഒരു കോൺഗ്രുവൻസി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായാലും സെൽഫ് ഇൻവേർട്ടിബിൾ ആയിരിക്കും അണ്ടർ മോഡിലോ പി എന്നുള്ളതും പറയാം. തിരിച്ചും മറിച്ചും പറയാൻ പറ്റും, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ് അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് എ സെൽഫ് ഇൻവേർട്ടിബിൾ ആണെന്നെടുത്തിട്ട് എ കോൺഗ്രുവൻറ്റ് പ്ലസ് ഓർ മൈനസ് 1 മോഡിലോ പി എന്നുള്ള കോൺഗ്രുവൻസ് അത് സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ എ സെൽഫ് ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരുന്നു, നമ്മൾ പഠിച്ചതായിരുന്നു. എ എക്സ് കോൺഗ്രുവൻറ്റ് 1 മോഡ് പി എന്നെടുത്തു കഴിഞ്ഞാൽ ഇതിലെ എക്സിന് കിട്ടുന്ന സൊല്യൂഷനെയാണ് നമ്മൾ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ഈ കോൺഗ്രുവൻസിൻ്റെ എക്സിന് കിട്ടുന്ന സൊല്യൂഷനെയാണ് നമ്മൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിരുന്നത്, അതായത് എ ഇൻവേഴ്സ്. അപ്പോൾ ഈ എക്സിന് പകരം നമ്മൾ ആ ഇൻവേഴ്സിനെ എ ഇൻവേഴ്സ് എന്നായിരുന്നു ഡിനോട്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക, എ ഇൻറ്റു എ ഇൻവേഴ്സ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി എന്നുള്ള പോലെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. അവിടെ തന്നെ എ സെൽഫ് ഇൻവേർട്ടിബിൾ എന്നുള്ള മീനിങ് എന്തായിരുന്നു, എ ഈക്വൽ ടു എ ഇൻവേഴ്സ് എ തന്നെ ആകുമ്പോഴാണ് നമ്മൾ എ സെൽഫ് ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയുള്ള എ ഇൻവേഴ്സിന് പകരം ഞാൻ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക, എ ഇൻറ്റു എ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി എന്ന് കിട്ടും. അതായത് എ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി എന്ന് കിട്ടും. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ എ സെൽഫ് ഇൻവേർട്ടിബിൾ എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഈ കോൺഗ്രുവൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ളൊരു ഇൻറ്റിജർ ആയിരിക്കും എന്നുള്ള പോലെയാട്ടോ എടുക്കുക. അപ്പം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് എ സെൽഫ് ഇൻവേർട്ടിബിൾ എന്നായിരുന്നു. സോ വി നോ ദാറ്റ് എ സ്ക്വയർ ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി. അതപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി എന്നുള്ള കോൺഗ്രുവൻസി സാറ്റിസ്ഫൈ ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്തായിരുന്നു, പി ഡിവൈഡ്സ് എ സ്ക്വയർ മൈനസ് 1 എന്നല്ലേ. അപ്പോൾ ആ കണ്ടീഷൻ അവിടെ എഴുതിയത്. ആൻഡ് എ സ്ക്വയർ മൈനസ് 1 നമുക്ക് എങ്ങനെ എഴുതാം, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതേപോലെ ഇവിടെ എ സ്ക്വയർ മൈനസ് 1 നമുക്ക് എങ്ങനെ എഴുതാം, എ പ്ലസ് 1 ഇൻറ്റു എ മൈനസ് 1 എന്ന് എഴുതാം. അപ്പോൾ പി ഡിവൈഡ്സ് എ സ്ക്വയർ മൈനസ് 1 ആണെങ്കിൽ പി ഡിവൈഡ്സ് എ പ്ലസ് 1 ഇൻറ്റു എ മൈനസ് 1 എന്ന് നമുക്ക് പറയാം. ആൻഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു, പി ഡിവൈഡ്സ് എ ബി ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ പി ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐദർ പി ഡിവൈഡ്സ് എ ഓർ പി ഡിവൈഡ്സ് ബി എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പി ഡിവൈഡ്സ് എ പ്ലസ് 1 ഇൻറ്റു എ മൈനസ് 1 എന്നായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പി ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. അതിൻ്റെ മീനിങ് എന്താ വരിക, ഐദർ പി ഡിവൈഡ്സ് എ മൈനസ് 1 ഓർ പി ഡിവൈഡ്സ് എ പ്ലസ് 1 എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ പി ഡിവൈഡ്സ് എ മൈനസ് 1 എന്നുള്ള മീനിങ് എന്താണ്, എ മൈനസ് 1 ഇസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി എന്ന് നമുക്ക് പറഞ്ഞൂടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എ കോൺഗ്രുവൻറ്റ്, ഈ -1 ഇപ്പുറത്ത് പോയാൽ 1 മോഡ് പി എന്ന് നമുക്ക് പറഞ്ഞൂടെ. സോ പി ഡിവൈഡ്സ് എ മൈനസ് 1 എന്ന് നമുക്ക് കിട്ടുന്നത് എ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി എന്നാണ്. ആൻഡ് പി ഡിവൈഡ്സ് എ പ്ലസ് 1 എന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ പ്ലസ് 1 ഇസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി എന്ന് കിട്ടും. അതായത് എ കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് പി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷനാണ് കിട്ടുന്നത്. പി ഡിവൈഡ്സ് എ മൈനസ് 1 ആകുമ്പം എ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി, ആൻഡ് പി ഡിവൈഡ്സ് എ പ്ലസ് 1 ആകുമ്പം എ കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് പി. അപ്പം ഈ രണ്ട് കണ്ടീഷൻ ഓർ കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഐദർ പി ഡിവൈഡ്സ് എ മൈനസ് 1 ഓർ പി ഡിവൈഡ്സ് എ പ്ലസ് 1. അപ്പോൾ അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ഐദർ എ ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p or a is congruent to -1 mod p എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, മൊത്തത്തിൽ a is congruent to plus or minus 1 mod p എന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് a സെൽഫ് ഇൻവേർട്ടിബിൾ എന്നാണ്. അങ്ങനെയാണെങ്കിൽ എ കോൺഗ്രുവൻറ്റ് പ്ലസ് ഓർ മൈനസ് 1 മോഡ് പി എന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇനി കോൺവേഴ്സ് കേസ് പറയുകയാണ്, എ കോൺഗ്രുവൻറ്റ് പ്ലസ് ഓർ മൈനസ് 1 മോഡ് പി എന്ന് നമ്മൾ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എ സെൽഫ് ഇൻവേർട്ടിബിൾ ആണെന്ന് നമുക്ക് കാണിക്കണം. ഓക്കെ, അപ്പോൾ എ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി എന്നുള്ളത് ഫസ്റ്റ് അസ്യൂം ചെയ്യാണ്. എ കോൺഗ്രുവൻറ്റ് പ്ലസ് ഓർ മൈനസ് 1 മോഡ് പി എന്നുള്ളത് അസ്യൂം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഐദർ എ കോൺഗ്രുവൻറ്റ് 1 മോഡ് പി അല്ലെങ്കിൽ എ കോൺഗ്രുവൻറ്റ് -1 മോഡ് പി എന്നുള്ള രണ്ട് കേസസാണ് വരിക. അപ്പോൾ രണ്ട് കേസസിലും നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ, ഇപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു, എ കോൺഗ്രുവൻറ്റ് ബി മോഡ് സി ആണെങ്കിൽ
എ സ്ക്വയർ ഇസ് കോൺഗ്രുവൻറ്റ് ടു ബി സ്ക്വയർ മോഡ് സി എന്ന് നമുക്ക് പറയാം. അതായത് ജനറൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എ റേസ് ടു എൻ കോൺഗ്രുവൻറ്റ് ടു ബി റേസ് ടു എൻ മോഡ് സി എന്നുള്ള കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി ആണെങ്കിൽ എനിക്ക് രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്യാലോ. സോ എ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു 1 സ്ക്വയർ മോഡ് പി എന്ന് കിട്ടില്ലേ. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. സോ എ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ എ കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് പിയിൽ നമ്മൾ സ്ക്വയർ ചെയ്താൽ എ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു -1 ഹോൾ സ്ക്വയർ മോഡ് പി എന്ന് വരും. -1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലും 1 തന്നെയാണ്. സോ എ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി എന്ന് കിട്ടും. അപ്പോൾ രണ്ട് കേസിലും ഈ രണ്ട് കേസ് എടുത്താൽ നമുക്ക് എ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി എന്നാണ് കിട്ടുന്നത്. ആൻഡ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി എന്നുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എ സെൽഫ് ഇൻവേർട്ടിബിൾ എന്നുള്ള കണ്ടീഷനാണ് വരുന്നത്. സോ എ കോൺഗ്രുവൻറ്റ് +or-1 മോഡ് പി ആണെങ്കിൽ എ വിൽ ബി സെൽഫ് ഇൻവേർട്ടിബിൾ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി ഈ ഒരു ലെമ്മ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വിൽസൺസ് തിയറം പ്രൂവ് ചെയ്യുന്നത്. സോ വിൽസൺസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. Theorem 7.1 Wilson's theorem. If P is a prime, then P minus 1 factorial is congruent to -1 mod P. അപ്പോൾ P ഒരു പ്രൈം ആണെങ്കിൽ P minus 1 factorial is congruent to -1 mod P എന്ന് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് വിൽസൺസ് തിയറം പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നോക്കുന്നതിന് മുമ്പ് ഇത് ബേസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എക്സാമ്പിൾ 7.1 നമ്മൾ P is equal to 11 എന്ന് ചൂസ് ചെയ്യാണ് കേട്ടോ. 11 എന്ന് പറഞ്ഞൊരു പ്രൈം റാൻഡമായിട്ട് ചൂസ് ചെയ്തിട്ട് P -1 ഫാക്ടോറിയൽ ഇസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് P എന്നുള്ള കണ്ടീഷൻ, അതായത് വിൽസൺസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എക്സാമ്പിളാണ്. സോ P is equal to 11 എടുത്തു. നമ്മൾ കാണിക്കാൻ പോണേ P -1 ഫാക്ടോറിയൽ ഇസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 11 ആണ്. P നമ്മൾ 11 എടുത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതാ കാണിക്കാൻ പോണേ. അപ്പോൾ P -1 ഫാക്ടോറിയൽ പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? നാച്ചുറലി 11 - 1 എന്ന് പറയുമ്പം 10 ഫാക്ടോറിയൽ വരും. 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1 × 2 × എക്സെട്ര × 10 വരെയുള്ള വാല്യൂസ് അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം, നമ്മളിപ്പോൾ സെൽഫ് ഇൻവേർട്ടിബിൾ അല്ലെങ്കിൽ ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ 11 തട്ട സെൽഫ് ഇൻവേർട്ടിബിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു കേസിൽ ഇതിൽ ഏത് നമ്പേഴ്സ് എടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് 1 സെൽഫ് ഇൻവേർട്ടിബിൾ ആയിരിക്കും, അതേപോലെ 10 സെൽഫ് ഇൻവേർട്ടിബിൾ ആയിരിക്കും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ബാക്കി അതിൻ്റെ ഇടയിലുള്ള വാല്യൂസിനൊക്കെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിലുള്ള വേറെ ഏതെങ്കിലും വാല്യൂ ആയിരിക്കും. ഒന്നും സെൽഫ് ഇൻവേർട്ടിബിൾ ആവില്ല എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ ഇൻവേഴ്സിൻ്റെ പെയർ എടുത്തിട്ട് നമ്മൾ അതിനൊന്ന് അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ P -1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 10 ഫാക്ടോറിയൽ ആണ്. സോ 10 ഫാക്ടോറിയൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 10 ഫാക്ടോറിയൽ 1 × 2 × എക്സെട്ര × 10 ആണ്. ഇനി അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവേഴ്സസിനെ പെയർ ചെയ്തിട്ട് നമ്മൾ എഴുതാണ്. ഇപ്പോൾ 2 എന്ന് പറയുന്നതിൻ്റെ ഇൻവേഴ്സ് 6 ആണ് വരുന്നത്. കാരണം 2 × 6 12 ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 11 എന്ന് നമുക്കറിയാം. നമ്മൾ ഇൻവേഴ്സ് എങ്ങനെ കാണാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ 3 × 4 12 വരുന്നുണ്ട്, അതും കോൺഗ്രുവൻറ്റ് ടു 1 mod 11. അപ്പോൾ 3ൻ്റെ ഇൻവേഴ്സ് 4, 4ൻ്റെ ഇൻവേഴ്സ് 3 എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഇൻവേഴ്സസിനെ പെയർ ചെയ്തു. 1 ഉം 10 സെൽഫ് ഇൻവേർട്ടിബിൾ ആയതുകൊണ്ട് അതിന് വേറെ പെയർ ഇല്ല. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ തന്നെ നിർത്തി, ബാക്കിയുള്ളതിനൊക്കെ പെയർ ചെയ്തു കേട്ടോ. അപ്പോൾ ഈ 2 × 6 എന്ന് പറയുന്നതും കോൺഗ്രുവൻറ്റ് ടു 1 mod 11 ആണ്. 3 × 4 കോൺഗ്രുവൻറ്റ് ടു 1 mod 11 ആണ്. ഇതും 1 mod 11, ഇതും 1 mod 11. അപ്പം അണ്ടർ മോഡുലോ 11 ഈ 4 ടേമും 1 ആയി മാറി. ഫസ്റ്റ് ടേം ഓൾറെഡി 1 ആണ്. പിന്നെ ആരേ ബാക്കിയുള്ളൂ? 10 മാത്രമേ ബാക്കിയുള്ളൂ. സോ അതാണ് ഇവിടെ എഴുതിയിട്ടില്ല. 1 × 1 × എക്സെട്ര × 10 mod 11 എന്നുള്ള പോലെ നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാം. ആൻഡ് വിച്ച് വിൽ ബി കോൺഗ്രുവൻറ്റ് ടു 10 mod 11. ആൻഡ് 10 mod 11 നമുക്ക് ഓൾറെഡി അറിയാം. 10 mod 11 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 10 - 11 വെച്ചിട്ട് നമുക്ക് കോൺഗ്രുവൻസി എഴുതാൻ നമുക്കറിയാം അല്ലേ. 10 - 11 എന്ന് പറഞ്ഞാൽ -1 വരും. സോ 10 ഫാക്ടോറിയൽ ഇസ് കോൺഗ്രുവൻറ്റ് ടു -1 mod 11 നമുക്ക് എഴുതാൻ പറ്റും. അതായത് P -1 ഫാക്ടോറിയൽ ഇസ് കോൺഗ്രുവൻറ്റ് ടു -1 mod P എന്നുള്ള വിൽസൺസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് P = 11 ആകുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളിവിടെ കാണിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഇപ്പോൾ പറയാൻ റീസൺ, ഈ ഒരു തരത്തിൽ ഇതിനെ അറേഞ്ച് ചെയ്തിട്ടാണ് ഈ തിയറത്തിൻ്റെ പ്രൂഫ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി തിയറം നോക്കാം. സോ ഇഫ് P is a prime, then P -1 factorial is congruent to -1 mod P. സോ അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് P = 2ൻ്റെ കേസ് നമ്മളെടുത്തു. P = 2 ആകുമ്പോൾ കേസ് ഒബ്വിയസ് ആണ്. 2 - 1 ഫാക്ടോറിയൽ എന്നാണ് വരിക. അതെന്താ വരിക? 1 ആണ്. സോ 1 is congruent to -1 mod 2 എന്ന് നമുക്ക് പറഞ്ഞൂടെ. P നമ്മൾ 2 ആയിട്ട് എടുത്തിട്ടില്ല, കാരണം 1
1 ഇസ് കോൺഗ്രുവൻറ്റ് ടു -1 mod 2 എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ 1 മൈനസ് -1 എന്ന് പറയുന്നതിനെ 2 ഡിവൈഡ് ചെയ്യണം. 1 മൈനസ് -1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. ആൻഡ് 2 ഡിവൈഡ്സ് 2 എന്നുള്ള കണ്ടീഷൻ നമുക്കറിയാം. സോ പി ഈക്വൽ ടു 2 ആകുമ്പോൾ ഓബ്വിയസ്ലി p-1 ഫാക്ടോറിയൽ ഇസ് കോൺഗ്രുവൻറ്റ് ടു -1 mod 2 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാം. ഇനി p ഗ്രേറ്റർ ദാൻ 2 ആവുന്ന കേസിൽ നമുക്കറിയാം ഏത് p എടുത്തു കഴിഞ്ഞാലും 1 തൊട്ട് p-1 വരെയുള്ള ലീസ്റ്റ് റെസിഡ്യൂസ് അതിന് എക്സിസ്റ്റ് ചെയ്യും നമുക്കറിയാം. ആ ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസിൽ 1ഉം p-1ഉം എപ്പോഴും സെൽഫ് ഇൻവേർട്ടിബിൾ ആയിരിക്കുന്നു നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ബാക്കി വാല്യൂസിനെയാണ് നമ്മളിനി പെയർ ചെയ്യാൻ പോണത് അതിൻ്റെ കറസ്പോണ്ടിങ് റെസിഡ്യൂസ് വെച്ച്. ഇപ്പോൾ നമ്മൾ തൊട്ട് മേലെ ചെയ്ത എക്സാമ്പിൾ പോലെ ഈ 1നെയും p-1നെയും അവിടെ നിർത്തിയിട്ട് ഇടയിലുള്ള ബാക്കി വാല്യൂസിനെയൊക്കെ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെയർ ചെയ്യും. അപ്പോൾ അതൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഓട്ടോമാറ്റിക്കലി കോൺഗ്രുവൻറ്റ് ടു 1 mod p ആവില്ലേ. അപ്പോൾ ആ ടേംസ് ഒക്കെ പോയി ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? p-1 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു തരത്തിലാണ് ഈ പ്രൂഫ് പോണത് കേട്ടോ. അപ്പോൾ ബാക്കി so we can group the remaining p-3 residues 2 to p-2 into p-3 by 2 pairs of inverses b equal to a inverse such that ab is equal to 1 mod p. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇതിൻ്റെ പ്രോഡക്റ്റ് കോൺഗ്രുവൻറ്റ് 1 mod p എന്നുള്ള പോലെയല്ല നമ്മൾ എടുക്കുക. a into x കോൺഗ്രുവൻറ്റ് 1 mod p ആവുന്ന തരത്തിലാണ് നമുക്ക് ഇൻവേഴ്സസ് എക്സിസ്റ്റ് ചെയ്യുന്നറിയാം. ആ പെയേഴ്സിനെ നമ്മൾ ക്ലബ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ടോട്ടൽ പ്രോഡക്റ്റ് അപ്പം കോൺഗ്രുവൻറ്റ് 1 mod p ആവും. കാരണം അതൊക്കെ നമ്മൾ ഓരോ ഇൻവേഴ്സസ് പെയറായിട്ട് പെയർ ചെയ്യുന്നുണ്ട്. സോ ഇത് സ്റ്റാർട്ട് ചെയ്തതാണ് 2 to p-2 എന്നുള്ള കണ്ടീഷൻ കോൺഗ്രുവൻറ്റ് ടു 1 mod p എന്നുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട് കാരണം ഈ പെയർ ചെയ്തിട്ട് അല്ലേ. അപ്പോൾ p-1 ഫാക്ടോറിയൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ അതിന് നമുക്ക് 1 into 2 into etc into p-1 എന്ന് എഴുതാം. അതിൽ തന്നെ 1ഉം p-1ഉം സെൽഫ് ഇൻവേർട്ടിബിൾ ആണ്. സോ കീപ്പിംഗ് ദം ഇൻടാക്ട്. ബാക്കി ടേമിനെ നമ്മൾ പെയർ ചെയ്താൽ അത് കോൺഗ്രുവൻറ്റ് ടു 1 mod p ആണ് നമുക്കറിയാം. സോ ആ ടേം പോയി പിന്നെ ബാക്കി ഉണ്ടാവുക p-1 മാത്രമാണ്. ആൻഡ് p-1 mod p എന്ന് പറഞ്ഞതിൽ ഒന്ന് നോക്കിയേ. p-1 mod p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ p കോൺഗ്രുവൻറ്റ് ടു വാട്ട് mod p? പീനെ p എന്തായാലും ഡിവൈഡ് ചെയ്യും. അപ്പോൾ p കോൺഗ്രുവൻറ്റ് ടു 0 mod p എന്നല്ലേ നമ്മൾ പറയുക. കാരണം പീനെ p വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 0 ആണ്. സോ p അണ്ടർ മോഡിലോ p 0നോടാണ് ഈക്വൽ ആവുക. അപ്പോൾ ഇവിടെ ബാക്കി വരെ എന്ത് മാത്രമാണ്? -1 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഈ p-1 mod pയിൽ pക്ക് പകരം 0 റീപ്ലേസ് ചെയ്താൽ ബാക്കി -1 mod p ഉണ്ടാവുള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് p-1 ഫാക്ടോറിയൽ ഇസ് കോൺഗ്രുവൻറ്റ് ടു -1 mod p. അപ്പോൾ p ഈക്വൽ ടു 2ന് സെപ്പറേറ്റ് പറയണം. p ഗ്രേറ്റർ ദാൻ 2 ആകുന്ന കേസിൽ 1 തൊട്ട് p-1 വരെയുള്ള പോസിറ്റീവ് റെസിഡ്യൂസ് ഉണ്ടാകും. അതിൽ 1ഉം p-1ഉം സെൽഫ് ഇൻവേർട്ടിബിൾ ആണ്. ബാക്കി ടേംസ് പെയർ ചെയ്താൽ അവർ തമ്മിൽ ഇൻവേഴ്സസ് വരും. സോ അതിൻ്റെ പ്രോഡക്റ്റ് എപ്പോഴും കോൺഗ്രുവൻറ്റ് ടു 1 mod p ആയിരിക്കും. ബാക്കി p-1 ഉള്ളൂ. p കോൺഗ്രുവൻറ്റ് ടു 0 mod p ആയതുകൊണ്ട് ഈ ഹോൾ ടേം കോൺഗ്രുവൻറ്റ് ടു -1 mod p എന്ന് പറയാം. സോ അതാണ് വിൽസൺസ് തിയറത്തിൻ്റെ പ്രൂഫ്. ഇനി ഒരു എക്സാമ്പിളാണ്. Example 7.2. Let p be a prime and n be any positive integer. Prove that np factorial by n factorial into p raised to n is congruent to -1 raised to n mod p. അപ്പോൾ ഈ ഒരു റിസൾട്ടാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പി ഏതോ ഒരു പ്രൈമാണ്, എൻ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിസൾട്ട് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ജസ്റ്റ് റാൻഡമായിട്ട് എ എന്ന് പറഞ്ഞിട്ടൊരു പോസിറ്റീവ് ഇൻറ്റിജറിനെ കൺസിഡർ ചെയ്യാണ്. കോൺഗ്രുവൻറ്റ് ടു 1 mod p ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ് എ എന്നുള്ളത് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിസൾട്ട് എപ്പോഴും ഹോൾഡ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കോൺഗ്രുവൻറ്റ് ടു 1 mod p ആയിട്ടുള്ള ഏതൊരു എ എടുത്തു കഴിഞ്ഞാലും ഇതിൽ ജസ്റ്റ് റാൻഡമായിട്ട് എക്സാമ്പിൾ എടുത്ത് കൊടുത്ത് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ അതെപ്പോഴും കോൺഗ്രുവൻറ്റ് ടു 1 mod p ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ റിസൾട്ട് നമ്മളെവിടെ യൂസ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് കാണിക്കാനുള്ളത് np factorial by n factorial into p raised to n എന്ന് പറയുന്നത് is congruent to -1 raised to n mod p എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. np factorial by n factorial into p raised to n. അവിടെ ന്യൂമറേറ്ററിനെ അങ്ങനെ തന്നെ വെക്കാണ്. ഡിനോമിനേറ്ററിൽ ഈ n factorial എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 into 2 into etc n minus 1 into n എന്ന് പറഞ്ഞിട്ട് വരും അല്ലേ. n into n minus 1 into etc 3 into 2 into 1 എന്നുള്ള പോലെ n ഫാക്ടോറിയൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇൻറ്റു പി റേസ് ടു എൻ ഉണ്ട്. പി റേസ് ടു എൻ എന്ന് പറയുമ്പം പി ഇൻറ്റു പി സ്ക്വയർ ഇൻറ്റു എക്സെട്ര പി റേസ് ടു എൻ എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. പി ഇൻറ്റു എക്സെട്ര എൻ ടൈംസ് പി എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എൻ പി ഫാക്ടോറിയൽ
ഡിവൈഡഡ് ബൈ ഇവിടെ താഴെ വരിക നമുക്ക് എൻ ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എൻ വരെ ഉണ്ട്. ആൻഡ് പി റേസ് ടു എൻ എന്ന് പറയുമ്പം പി ഇൻറ്റു എക്സെട്ര എൻ ടൈംസ് പീനെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇതിൽ നമ്മൾ ക്ലബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1ൻ്റെ കൂടെ ഒരു പീനെ മൾട്ടിപ്ലൈ ചെയ്തു, 2ൻ്റെ കൂടെ ഒരു പീനെ മൾട്ടിപ്ലൈ ചെയ്തു, കംപ്ലീറ്റ് പ്രോഡക്റ്റ് അല്ലേ. പക്ഷെ ഇതിനെ നമ്മൾ ഒന്നുകൂടി ഈ എൻ പീൻ്റെ ടേംസിലേക്ക് നമ്മൾ എഴുതുകയാണ് കേട്ടോ. അപ്പോൾ ഇത് 1p ഇൻറ്റു 2p ഇൻറ്റു 3p ഇൻറ്റു എക്സെട്ര എൻ പി എന്നുള്ള പോലെ നമ്മളതിനെ ചേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ജസ്റ്റ് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്തു അത്രയേ ഉള്ളൂ. സോ എൻ പി ഫാക്ടോറിയൽ ബൈ പി ഇൻറ്റു 2p ഇൻറ്റു എക്സെട്ര എൻ പി എന്നുള്ള പോലെ നമുക്കതിനെ മാറ്റി എഴുതാം. ഇനി ഈ ടേമിൻ്റെ പ്രത്യേകത നോക്കിയേ, ഇതിലെപ്പോഴും ഈ എൻ പി ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ വരിക, എൻ പി ഇൻറ്റു എൻ പി മൈനസ് 1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 വരെ ഉണ്ട് അല്ലേ. അതായത് ഈ ഒരു ടേമിൻ്റെ ഇടയിൽ ഏതൊക്കെ ടേംസ് വരും, പി എന്ന് പറഞ്ഞ ടേം ഉണ്ടാവും, 2p പറഞ്ഞ ടേം ഉണ്ടാവും, എക്സെട്ര എൻ പി വരെയുള്ള ടേം ഉണ്ടാവും അല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈ പിയും 2pയും 3pയും എൻ പി ഒക്കെ ക്യാൻസലായി പോവില്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു ടേം മാത്രം ഇല്ലാണ്ട്, അതായത് ഈ ടേംസ് മാത്രം ഇല്ലാതെ ബാക്കി എല്ലാ ടേമിൻ്റെയും പ്രൊഡക്റ്റ് ഈ ഹോൾ കോഷ്യൻറ്റിൽ ഉണ്ടാവും എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിനെ തന്നെ അവർ ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് ഫോമിലേക്ക് മാറ്റി എഴുതിയതാണ്. ഇവിടെ ഇപ്പോൾ r = 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക നോക്കിയേ, r = 1 കൊടുത്താൽ ഇവിടെ r - 1 0 ആണ്. അപ്പോൾ ഇവിടെ 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, ഇവിടെയും r - 1 0 ആണ്. അപ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര p - 1 വരെയാണ് ഉണ്ടാവുക. അപ്പോൾ 1 തൊട്ട് p - 1 വരെയുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര p - 1, p ഇല്ല കേട്ടോ. അപ്പോൾ p എന്ന് പറയുന്നത് ഇവിടെ ക്യാൻസലായി പോയതിൻ്റെ സൂചിപ്പിക്കുന്നതാണ്. ഇനി അടുത്ത ടേം സ്റ്റാർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ r = 2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ സ്റ്റാർട്ട് ചെയ്യാം, 2 - 1 1 വരും. അതായത് p + 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ടേം p + 1 വരും, അടുത്ത ടേം p + 2 എക്സെട്ര 2p - 1 വരെ വരും. എന്നിട്ട് 2p എന്ന് പറഞ്ഞ ടേം ഉണ്ടാവില്ല എന്നുള്ള പോലെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു കംപ്ലീറ്റ് ടേം പോകുന്നത്. അപ്പോൾ ഈ 2p ക്യാൻസലാവും, 3p ക്യാൻസലാവും, പിന്നെ np ക്യാൻസലാവും, അങ്ങനെ ഓരോന്നും ക്യാൻസലായി പോകുന്നു എന്നുള്ളത് കാണിക്കുന്നത് ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലൊരു പ്രോഡക്റ്റിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇതിനെ തന്നെ ചേഞ്ച് ചെയ്തൊരു പ്രൊഡക്റ്റാക്കി എഴുതിയതാണ് കേട്ടോ. ഇനി ഈ പ്രൊഡക്റ്റിൽ നോക്കിയാൽ നമ്മൾ മോഡുലോ p അപ്ലൈ ചെയ്യാൻ പോവാണ്. മോഡുലോ p അപ്ലൈ ചെയ്യുമ്പം ഈ p വെച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ടുള്ള ടേംസ് ഒക്കെ എന്താവും, 0 ആയി പോകും അല്ലേ. അപ്പോൾ p ടേംസ് ഒക്കെ 0 ആയി പോയാൽ ബാക്കി ഇവിടെ എന്തേ ഉണ്ടാവുള്ളൂ, 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര p - 1 എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം p - 1 ഫാക്ടോറിയൽ ആണ് എന്നുള്ളത്. ആൻഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ബൈ വിൽസൺസ് തിയറം p - 1 ഫാക്ടോറിയൽ ഇസ് കോൺഗ്രുവൻറ്റ് ടു -1 mod p. അപ്പോൾ നമ്മൾ p - 1 ഫാക്ടോറിയലിന് പകരം -1 റീപ്ലേസ് ചെയ്യാണ്. സോ പ്രോഡക്റ്റ് r = 1 to n -1 mod p എന്നുള്ള പോലെ നമുക്ക് കിട്ടും. ആൻഡ് -1നെ n ടൈംസ് പ്രൊഡക്റ്റ് ചെയ്യുന്നു എന്നുള്ള മീനിങ് അല്ലേ വരുന്നത്. അപ്പോൾ n ടൈംസ് പ്രൊഡക്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക -1 raised to n mod p എന്നുള്ളതാണ്. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. സോ ദാറ്റ്സ് വാട്ട് വി ഡിഡ്. ഇനി അടുത്തൊരു തിയറം 7.2. ഇഫ് n is a positive integer such that n - 1 factorial is congruent to -1 mod n, then n is a prime. ഇത് വേറൊന്നുമല്ല, നമ്മളിപ്പോൾ വിൽസൺസ് തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നത് p ഒരു പ്രൈം ആണെങ്കിൽ p - 1 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 mod p ആകും എന്നുള്ളതായിരുന്നു. ഇവിടെ നേരെ തിരിച്ച് ഈ n - 1 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 mod n എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു n ഉണ്ടെങ്കിൽ അതെന്തായാലും പ്രൈം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് വിൽസൺസ് തിയറത്തിൻ്റെ കോൺവേഴ്സ് ആണിത് സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് വിൽസൺസ് തിയറത്തിൻ്റെ കോൺവേഴ്സ് സ്റ്റേറ്റ് ചെയ്ത് പ്രൂവ് ചെയ്യാനെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി പ്രൂവ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ വിൽസൺസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ് ചെയ്ത് അതിൻ്റെ കോൺവേഴ്സും പ്രൂവ് ചെയ്യണമെന്ന് ചോദിച്ചാൽ രണ്ടും നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി അതിൻ്റെ കോൺവേഴ്സ് ആണ്. n ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ് സച്ച് ദാറ്റ് ഈ ഒരു കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ n എപ്പോഴും പ്രൈം ആയിരിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ കോൺട്രഡിക്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത്. n പ്രൈം ആണ് എന്ന് കാണിക്കേണ്ടടുത്ത് നമ്മൾ n കോമ്പോസിറ്റ് ആണെന്ന് അസ്യൂം ചെയ്തു, എന്നിട്ടൊരു കോൺട്രഡിക്ഷനിൽ എത്താണ് കേട്ടോ. അപ്പോൾ n കോമ്പോസിറ്റ് ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വി നോ ദാറ്റ് n ക്യാൻ ബി ഫാക്ടറൈസ്ഡ് അല്ലേ. രണ്ട് പ്രൈംസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ രണ്ട് വാല്യൂസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് 1ഉം n അല്ലാത്ത രണ്ട് വാല്യൂസിൻ്റെ, അതിൽ രണ്ടിൻ്റെയും ഇടയിലുള്ള രണ്ട് വാല്യൂസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് n റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ നമ്മൾ രണ്ട് വാല്യൂ എയും ബിയും എടുത്തതാണ്. 1ൻ്റെയും n-ൻ്റെയും ഇടയിലുള്ള രണ്ട് എയും ബിയും എടുത്തു. സച്ച് ദാറ്റ് n is equal to a into b എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ n is equal to a into b ആൻഡ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എടുക്കണം. എന്നിട്ടാണ്
നമ്മൾ കോൺട്രഡിക്ഷനിൽ എത്തണം കേട്ടോ. എന്നൊരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്, എൻ കോമ്പസിറ്റ് ആണ് ആൻഡ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുള്ള പോലെ നമ്മളിപ്പോൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു എ ബി എന്ന് നമ്മളെടുത്തു. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു എ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എ ഡിവൈഡ്സ് എൻ ആൻഡ് ബി ഡിവൈഡ്സ് എൻ എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ n-1 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഈ n-1 ഫാക്ടോറിയൽ പ്ലസ് 1നെ ആര് ഡിവൈഡ് ചെയ്യും? എന്നെ ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോൺഗ്രുവൻസ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ അല്ലേ. സോ എൻ ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ പ്ലസ് 1 എന്നും പറയാം, എ ഡിവൈഡ്സ് എൻ എന്നും പറയാം. നമ്മൾ ഓൾറെഡി ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. എ ഡിവൈഡ്സ് ബി ആൻഡ് ബി ഡിവൈഡ്സ് സി ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എ ഡിവൈഡ്സ് സി എന്നല്ലേ. അപ്പോൾ ഇവിടെ എ ഡിവൈഡ്സ് എൻ ആൻഡ് എൻ ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് എ ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ പ്ലസ് 1 എന്നല്ലേ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ അവിടെ ഫസ്റ്റ് പറയുന്നത് n ഈക്വൽ ടു എ ബി എന്ന് നമ്മളെടുത്തു, 1 ലെസ് ദാൻ എ ബി ലെസ് ദാൻ എൻ എന്നെടുത്തു. എ ഡിവൈഡ്സ് എൻ ആൻഡ് എൻ ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ പ്ലസ് 1 ആയതുകൊണ്ട് എ ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ പ്ലസ് 1 എന്ന് നമുക്ക് പറയാം. ഇനി 1ൻ്റെയും n-ൻ്റെയും ഇടയിലുള്ളൊരു വാല്യൂ ആണ് എ എന്ന് പറയുന്നത്. അതായത് എ ക്യാൻ ടേക്ക് വാല്യൂസ് ഫ്രം 2 to n-1 അല്ലേ. 2 തൊട്ട് n-1 വരെയുള്ള ഏത് വാല്യൂ എക്ക് ചൂസ് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇപ്പം എ ഡിവൈഡ്സ് ഇപ്പം n-1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞതിൽ എന്തൊക്കെ ടേമാണ് ഉണ്ടാവുക? n-1 ഇൻറ്റു n-2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റുന്നല്ലേ n-1 ഫാക്ടോറിയൽ. ഇപ്പം നമ്മൾ എടുത്ത ഈ എ എന്ന് പറയുന്നത് 2 തൊട്ട് n-1 വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ആവാം എന്നുള്ള പോലെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഏത് വാല്യൂ ആണെന്നുണ്ടെങ്കിലും അത് n-1 ഫാക്ടോറിയലിലെ ഒരു ഫാക്ടർ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞൂടെ. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് എ ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ പ്ലസ് 1 എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഒപ്പം എ ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ എന്നുള്ള കണ്ടീഷനും കിട്ടി. അപ്പോൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനെയും എ ഡിവൈഡ് ചെയ്യും എന്നുള്ളത് തിയറം 2.4 പ്രകാരം നമുക്ക് പറയാം. അപ്പോൾ ഞാനതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുകയാണ്, n-1 ഫാക്ടോറിയൽ പ്ലസ് 1 മൈനസ് n-1 ഫാക്ടോറിയൽ എന്ന്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി എ ഡിവൈഡ്സ് 1 എന്ന് നമുക്ക് കിട്ടും. എ ഡിവൈഡ്സ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? എക്ക് 1 ആവാനുള്ള പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ എ 1 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്തായിരുന്നു? നമ്മൾ 1 ലെസ് ദാൻ എ ലെസ് ദാൻ എൻ എന്നുള്ള കണ്ടീഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ എ ഈക്വൽ ടു 1 അല്ല, സ്ട്രിക്ട്ലി എ ഗ്രേറ്റർ ദാൻ 1 എന്നാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയത് എ ഈക്വൽ ടു 1 എന്നായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്ത ആ ഒരു പ്രോപ്പർട്ടി n ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി എന്ന് നമ്മൾ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും എന്നുള്ളത്. ആ ഒരു പ്രോപ്പർട്ടി ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. എ ഈക്വൽ ടു 1 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത അസംഷൻ തെറ്റാണ്. സോ n കോമ്പോസിറ്റ് ആയിരിക്കില്ല, n പ്രൈം ആയിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്.